ഗുഡ് ഈവനിങ്. നമ്മൾ അടുത്ത യൂണിറ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ്, പ്രൊസീജിയർ യൂസിങ് റെക്റ്റാങ്കിൾ ബോക്സസ് വിത്ത് ഡോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് അഡീഷൻ തുടങ്ങിയ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്, ആ കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ 2 × 10 എന്ന് പറയുമ്പോൾ അവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2 × 10 എന്ന് പറയുമ്പോഴത്തേക്കും 10 ഡോട്ട്സ് 2 റോയിൽ വരും. അതുപോലെ തന്നെ 2 × 5 എന്ന് പറയുമ്പോൾ 5 ഡോട്ട്സ് 2 റോയിൽ വരും. അപ്പോൾ നമ്മൾ ആ ഡോട്ട്സ് കംപ്ലീറ്റ് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കാണുക എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. ഏത് മൾട്ടിപ്ലിക്കേഷനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്ക് പോലും അത് മനസ്സിലാവും. അത് ഗ്രാജുവലി ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ വലിയ നമ്പറിലേക്ക് പോവാം. സിംഗിൾ ഡിജിറ്റ് തുടങ്ങി പിന്നെ ഡബിൾ ഡിജിറ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 or more ഡിജിറ്റ്സ് യൂസിങ് റെക്റ്റാങ്കിൾ ബോക്സസ്. ഇപ്പോൾ 2 or more ഡിജിറ്റ്സ് വരുന്ന നമ്പറിൻ്റെ റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുമ്പോൾ അവിടെ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പേജ് 32 അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 15 × 13 ആകുമ്പോഴത്തേക്ക് അവർ 10 + 5 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, ആ ഒരു പെയറിങ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഡോട്ട്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചുകൊണ്ടാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുകയും പേജ് 34 കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പേജ് 35 കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് ഡോട്ട്സ് വെച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡോട്ട്സ് മാറ്റി ആ ഒരു 34 അവിടെ ബോക്സിൽ ഡോട്ട് ഇല്ലാതെ ബോക്സ് എഴുതിയിരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അതും കൂടി അതിലേക്ക് വരണം, ഡോട്ട്സ് മാറി അതിലേക്ക് വരണം. എന്നിട്ട് ഈ പ്രോബ്ലംസിലേക്ക് പോയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ടില്ലാതെ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.